2022 നവംബർ 1 മുതൽ 30 വരെ നടന്ന പാർട്ടി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ മെമ്പർഷിപ്പ് വിതരണം പൂർത്തീകരിച്ച് 2023 വാർഡുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ചതിനു ശേഷം 2023 ജനുവരി 20 മേൽപ്രമ്പ ബുസ്താൻ ഹാളിൽ പഞ്ചായത്ത് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഈ കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ജനുവരി 20 മേൽപ്രമ്പ് ഉസ്താൻ കൗൺസിൽ യോഗത്തിൽ വെച്ച് പ്രസിഡന്റായി KM അബ്ദുൽ ഖാദർ കളനാട്, ജനറൽ സെക്രട്ടറി TD കബീർ, ട്രഷറർ MA അഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായി മുഹമ്മദ് മുസ്തഫ CM, BU അബ്ദുറഹ്മാൻ ആജി, KT നിയാസ്, സെക്രട്ടറിമാരായി CH മുഹമ്മദ്, അഫ്സൽ സിസ്ലു, മുഹമ്മദ് കോലെടുക്കം എന്നിവരെ തെരഞ്ഞെടുത്തു. കമ്മിറ്റിയുടെ 2025 ജനുവരി 20 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഭാരവാഹികളുടെ കൂട്ടുത്തരവാദിത്തത്തോടുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. ട്രഷറർ MA അഹമ്മദ് 1 വർഷത്തോളമായി രോഗശയ്യയിൽ കിടപ്പിലാണ്. നോവോലെയാണെങ്കിലും കൂടപ്പിഴപ്പ് കൂടെ ഉണ്ട് എന്ന നിലയിൽ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. MA അഹമ്മദ് സാഹിബിന് പരിപൂർണ ആരോഗ്യവും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. വിവിധ പരിപാടികൾ: പഞ്ചായത്ത് ലീഗ് ഓഫീസ് ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി ദുബൈ KMCC ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഓഫീസായി പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് കോൺഫറൻസ് ഹാളിൽ AC ഇൻവേർട്ടർ അടക്കം ആധുനിക രീതിയിൽ നവീകരണം പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി നടത്തി. വാർഡുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഭാരവാഹികൾക്ക് ചുമതല നൽകുകയും ആവശ്യമായ സമയത്ത് ഇടപെടലുകൾ നടത്തി വിവിധ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ മേൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ KMCC കമ്മിറ്റികളെ ഒന്നിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി യോജിച്ച പ്രവർത്തനം നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. പോഷക സംഘടനകളായ വനിതാ ലീഗ് ഒഴികെയുള്ള ഘടകങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തനത്തിലുണ്ടെങ്കിലും വാർഡ് തലത്തിൽ ശാഖ വാർഡ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഊർജിതമല്ല. ചില ശാഖകളിൽ ഇപ്പോൾ ചെറുതായി പ്രവർത്തനങ്ങൾ നടന്നു പോരുന്നുമുണ്ട്. 2021-26 കാലയളവിലേക്കുള്ള ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിൽ 1, 6, 7, 11, 13, 17, 18, 19, 21 എന്നീ വാർഡുകളിൽ മുസ്ലിം ലീഗ് വിജയിക്കുകയും മുസ്ലിം ലീഗിലെ സുഫൈജ അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രവർത്തിച്ചും വരുന്നുണ്ട്. വാർഡുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വരുന്ന പരാതികൾ പരിശോധിച്ച് ഭരണസമിതിയെ വിളിച്ചു വരുത്തി പ്രശ്നപരിഹാരം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പഞ്ചായത്തിൽ അതാത് അവസരങ്ങൾക്ക് വരുന്ന താൽക്കാലിക ഒഴിവിലേക്ക് വാർഡ് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന ലീഗ് പ്രവർത്തകരെ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ലീഗ് മത്സരിച്ച് തോറ്റ വാർഡുകളിൽ പ്രവർത്തകരുടെ ആവശ്യങ്ങൾ മാനിച്ച് വികസനം ഇല്ലായ്മ പരിഹരിക്കാൻ പ്രത്യേക ഫണ്ട് വെച്ച് ഒരു പരിധിവരെ പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട്. പരാതി മുൻനിർത്തി ലീഗ് മത്സരിച്ച വാർഡുകളിൽ 10 വീതം സ്ട്രീറ്റ് ലൈറ്റ് നൽകുവാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ MP-യുടെ IMAX ലൈറ്റുകൾക്ക് വേണ്ടി പരമാവധി ഇടപെടലുകൾ നടത്തി നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വെല്ലുവിളിയായിരുന്ന ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ്
കാര്യത്തിൽ ദിവസങ്ങളോളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനം നടത്തി നിലവിലുണ്ടായിരുന്ന സീറ്റിൽ നിന്നും പാർട്ടിക്ക് ഒരു സീറ്റ് അധികം വാങ്ങി UDF-ന് ഭരണം നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച ഹായിദെ മില്ലത്ത് സെന്റർ ഫണ്ട് പിരിവ് എല്ലാ വാർഡുകളിലും കോട്ട പൂർത്തീകരിക്കുകയും ചില വാർഡുകളിൽ കോട്ടയ്ക്ക് അധികം സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി പഞ്ചായത്ത് കമ്മിറ്റിക്ക് കോട്ടയിലും അധികം നൽകാനും സാധിച്ചു. ജില്ലാ ലീഗ് ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട് പിരിവ് 8ാം വാർഡ് കമ്മിറ്റി പൂർണ്ണമായും 9, 10, 20 വാർഡ് കമ്മിറ്റികൾ ഭാഗികമായും സഹകരിച്ചിട്ടില്ല. മറ്റു വാർഡുകളിൽ കോട്ട പൂർത്തീകരിക്കുകയും ചില വാർഡുകളിൽ കോട്ടയ്ക്ക് അധികവും സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ട പൂർത്തീകരിച്ച വാർഡ് കമ്മിറ്റികളെ അനുമോദിക്കുന്നതോടൊപ്പം കോട്ടക്കധികം സ്വരൂപിച്ച വാർഡ് കമ്മിറ്റികളെ പ്രത്യേകം അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും എല്ലാ പരിപാടികളും സമയബന്ധിതമായി നടപ്പിൽ വരുത്താനും സമര പരിപാടികളടക്കം ജനപങ്കാളിത്തത്തോടു കൂടി വിജയിപ്പിക്കാനും അതാത് സമയത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർഡ് തല പര്യടനങ്ങൾ നടത്തി വാർഡ് കമ്മിറ്റികളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കുടിവെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്ന 20 കുടുംബങ്ങളുള്ള 2ാം വാർഡ് ആലിച്ചേരിയിലും സ്ഥിരമായി വെള്ളത്തിന് സൗകര്യമില്ലായിരുന്ന പഞ്ചായത്ത് ലീഗ് ഓഫീസ് ബിൽഡിംഗിലുമായി വൈസ് പ്രസിഡന്റ് CM മുസ്തഫ സാഹിബിന്റെ സഹകരണത്തോടുകൂടി 2 കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ ബൂത്തുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും നേരത്തെ തന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. വാർഡ് കമ്മിറ്റികൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ പ്രവർത്തനം നടത്തുകയും ചെയ്തു. കമ്മിറ്റിയുടെ കൂട്ടുത്തരവാദിത്തത്തോടെയുള്ള ചിട്ടയായ പ്രവർത്തനം കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നമ്മുടെ പഞ്ചായത്തിന് നൽകാൻ സാധിച്ചതിന് നമുക്കേവർക്കും അഭിമാനിക്കാം. ചരിത്ര ഭൂരിപക്ഷം നൽകുന്നതിന് നിർണായക പങ്ക് വഹിച്ച മുഴുവൻ വാർഡ് കമ്മിറ്റികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളിൽ പുനഃക്രമീകരണം നടത്തണമെന്ന ഉത്തരവ് വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും ഒരു വാർഡ് അധികരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിൽ ഡിലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ച് 1 മാസത്തോളം ദിവസവും നിരന്തരം പഞ്ചായത്ത് ഭാരവാഹികൾ ഡിലിമിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ആവശ്യഘട്ടത്തിൽ വാർഡ് കമ്മിറ്റികളെ വിളിച്ചു വരുത്തി അവരുമായി കൂടിയാലോചനകൾ നടത്തുകയും ജില്ലാ പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും നേതൃത്വം നൽകി ഉണ്ടാക്കിയ പട്ടിക പഞ്ചായത്ത് സെക്രട്ടറി കളക്ടർക്ക് സമർപ്പിക്കുകയും അത് കരട് പട്ടികയായി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കളക്ടർ മാഹിൻ ആജിയും ഉദുമ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കളക്ടർ അബ്ദുൽ ഖാദർ നിയോഗിതരായത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. ഈ കാലയളവിൽ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തിയ എയർപോർട്ട് മാർച്ചിലേക്ക് റംസാൻ മാസത്തിലായിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് ഒരു ബസ് പ്രവർത്തകന്മാരെ കണ്ണൂർ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് 7 ബസ്സുകളിലും സ്വകാര്യ വാഹനം അടക്കം ട്രെയിനുകളിലായി 1500-ൽ പരം ആളുകളെ പങ്കെടുപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ജില്ലാ മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികൾക്ക് സ്വീകരണ സമ്മേളനവും ടി അബ്ദുല്ല സാഹിബ് അനുശോചന പൊതുയോഗവും കേരള ബജറ്റിനെതിരെ സായാഹ്ന ധർണ, പലസ്തീൻ ഐക്യദാർഢ്യ വിളംബര നൈറ്റ് മാർച്ച് എന്നീ പരിപാടികൾ മേൽപ്പമ്പ് ടൗണിലും ചട്ടഞ്ചാൽ KSEB ഓഫീസിന് മുന്നിൽ കറന്റ് ചാർജ് വർധവിനെതിരെ ധർണയും സംഘടിപ്പിച്ചു. സർക്കാർ പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിനെതിരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. മർഹൂം കളക്ടർ അബ്ദുൽ ഖാദർ ആജിയുടെ
മരണവാർഷിക അനുസ്മരണ പരിപാടിയും മർഹൂം കലക്ടർ അബ്ബാസ് ആജി അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. കൂടാതെ പ്രവർത്തക സമിതിയുടെ ഏകദിന ശില്പശാല പഞ്ചായത്ത് ഓഫീസിലും വിവിധ മേഖലകളിലെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ KMCC നേതാക്കന്മാർക്കുള്ള സ്വീകരണ പരിപാടിയും പഞ്ചായത്ത് ലീഗ് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു. ഈ കാലയളവിൽ 46 ഭാരവാഹികളുടെ യോഗങ്ങളും 12 ഭാരവാഹികൾ ഭരണസമിതി അംഗങ്ങളുടെ യോഗങ്ങളും 7 പ്രവർത്തക സമിതി അംഗങ്ങളുടെ യോഗങ്ങളും 2 പഞ്ചായത്ത് ഭാരവാഹികൾ വാർഡ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗങ്ങളും നടന്നു. ജില്ലാ പ്രസിഡന്റ് കലക്ടർ മായിൻ ആജിയുടെയും മണ്ഡലം പ്രസിഡന്റ് കലക്ടർ അബ്ദുൽ ഖാദറിന്റെയും നേതൃത്വത്തിലുള്ള ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും പിന്തുണയും കമ്മിറ്റിക്ക് കരുത്തായി. മേൽ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒപ്പം വാർഡ് കമ്മിറ്റികളുടെ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ വാർഡ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വാർഡ് ഭാരവാഹികൾ പഞ്ചായത്ത് പ്രവർത്തക സമിതി അംഗങ്ങൾ കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ മേൽ കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ KMCC യൂത്ത് ലീഗ് വനിതാ ലീഗ് MSF STU പ്രവാസി ലീഗ് കർഷക സംഘം ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങളുടെ പഞ്ചായത്ത് മേൽ കമ്മിറ്റി ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ബാങ്ക് ഡയറക്ടർമാർ എന്നിവർക്ക് പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിക്കുന്നു. ഈ പ്രവർത്തന റിപ്പോർട്ട് അംഗീകാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഈ കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുന്നു. നിർത്തുന്നു. സ്വാഗതം. അടുത്തതായി